രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസിൽ കോൺഗ്രസിൽ നിന്ന് ജയിച്ച സ്ഥാനാർത്ഥികൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മോഹൻ ബാബു MLA ഓഫീസിൽ എത്തിയിരിക്കുന്നു. MLA ഓഫീസ് സ്ഥിതി ചെയ്യുന്ന വാർഡ് 27 കൊന്നത്തുപറമ്പിൽ നിന്ന് ജയിച്ച മോഹൻ ബാബു, കുന്നത്തൂർമേട് 24 വാർഡ് ജയിച്ച പ്രശോഭ് വത്സൻ എന്നിവർ MLA ഓഫീസിൽ എത്തിയിരിക്കുന്നു. പാലക്കാട് വേണമെങ്കിൽ MLA ഓഫീസിന് മുന്നിൽ കോൺഗ്രസിന് ഒരു ആഹ്ലാദ പ്രകടനമൊക്കെ നടത്താവുന്നതാണ്. അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയല്ലേ? പക്ഷെ MLA-മാരൊക്കെ അവിടെ ഹാജരുണ്ട്. ഇത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കോൺഗ്രസ് പുറത്താക്കിയിരുന്നു, പക്ഷേ കോൺഗ്രസ് ജയിച്ച ആളുകളൊക്കെ MLA ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും അവകാശ പ്രഖ്യാപനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറച്ചു മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത് ഞാൻ വായിച്ചുവല്ലോ. അപ്പൊ എത്ര ബഹളം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, ആളുകൾ കേൾക്കേണ്ടതേ കേൾക്കുള്ളൂ, കാണേണ്ടതേ കാണുകയുള്ളൂ എന്നുള്ളതായിരുന്നു. അവിടെ നിന്ന് ജയിച്ച സ്ഥാനാർത്ഥികൾ MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണോ ആളുകൾ കാണുന്നത് എന്നുള്ളത് അറിയാം. ഗോകുൽ VS ഉണ്ട്. ഗോകുൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്കാണോ പാലക്കാട് ജയിച്ച ആളുകളൊക്കെ എത്തുന്നത്? ജനം പ്രബുദ്ധരാണ്. എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് അവർ കേൾക്കുക തന്നെ ചെയ്യും. എത്ര മറച്ചാലും അവർ കാണേണ്ടത് അവർ കാണുക തന്നെ ചെയ്യും എന്ന ഒരു ചെറിയ ഒരു കുറിപ്പുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മണിക്കൂറുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ തന്റെ ഈ പറയുന്ന UDF-ന്റെ വിജയത്തിന്റെ ഒരു 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 കുറിപ്പ് അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം നടത്തുന്നത്. അപ്പോ നിങ്ങളിപ്പോ കേട്ടതുപോലെ ചില ആളുകൾക്കെല്ലാം വല്ലാതെ കുരുപൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കാരണം കടക്ക് അകത്ത് എന്നല്ല, കടക്ക് പുറത്ത് എന്ന പിണറായി വിജയനോടും സഖാക്കളോടും കേരളത്തിലെ പ്രബുദ്ധരായ ജനം പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ജനം നന്നായിട്ട് അങ്ങോട്ട് വിലയിരുത്തേണ്ട രീതിയിൽ തന്നെ വിലയിരുത്തി. ചില ഇടങ്ങളിലൊക്കെ ചില കൂട്ടുകച്ചവടങ്ങൾ CJP-ക്കാർ നടത്തിയിട്ടുണ്ടെങ്കിലും ഇവൻ ആ കൂട്ടുകച്ചവടത്തെയും CJP മുന്നണിയെയും മറികടന്നുകൊണ്ട് UDF-ന് വലിയ മേൽക്കോയ്മ കേരളത്തിൽ ആകമാനം നേടിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ ഈ തെരഞ്ഞെടുപ്പും ഈ പഞ്ചായത്ത് രാജും ഒക്കെ വന്നതിന് ശേഷം കേരളത്തിൽ UDF കണ്ട ഏറ്റവും വലിയ വിജയമായി ഇന്നത്തെ വിധി പ്രഖ്യാപനം മാറുകയാണ് എന്നുള്ളതാണ് നമുക്ക് അതിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതിനെ ഒരുപാട് രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ പിണറായി വിജയൻ നേരിട്ടത്, അതുകൊണ്ടാണ് ഇവിടെ രാഹുലിന്റെ പ്രതികരണം വളരെ വിലപ്പെട്ടതാവാനുള്ള കാരണം. ഈ തെരഞ്ഞെടുപ്പിനെ പിണറായി വിജയനും സഖാക്കളും 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ, ആ പിണറായി വിജയനും സഖാക്കളും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തങ്ങളുടെ ഭരണ നേട്ടങ്ങൾ വെച്ചിട്ടല്ല, മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ കരുവാക്കിക്കൊണ്ട്, അയാളെ വേട്ടയാടിക്കൊണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് എത്തിയ PT കുഞ്ഞുമുഹമ്മദിനെതിരെയുള്ള പരാതി മുക്കി രാഹുലിനെതിരെയുള്ള പരാതിയിൽ വളരെ ശരവേഗത്തിൽ നടപടിക്രമങ്ങൾ. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ പിണറായി വിജയൻ നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പ് ജനം വിലയിരുത്തിയത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തിയല്ല എന്നുള്ളത് ഇവിടെ തെളിയുകയാണ്. രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ എവിടെയും ഒരു തരത്തിലും ജനത്തെ ബാധിച്ചില്ല, അവർ ചർച്ച ചെയ്തില്ല. പകരം എന്ത് ചർച്ച ചെയ്തു? പകരം പിണറായി വിജയനെ ചർച്ച ചെയ്തു, അയ്യന്റെ പൊന്നുകെട്ട സഖാക്കളെ ചർച്ച ചെയ്തു, പിണറായി വിജയന്റെ കൊള്ളരുതായ്മകളെ ചർച്ച ചെയ്തു, പിണറായി വിജയന്റെ ഇരട്ടത്താപ്പിനെ ചർച്ച ചെയ്തു. എസ്പെഷ്യലി രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലും സ്ത്രീ വിഷയത്തിലും പിണറായി വിജയൻ നടത്തുന്ന ഇരട്ടത്താപ്പുകളെ ചർച്ച ചെയ്തു. ഇവിടെ UDF VD സതീശൻ ആവർത്തിച്ച് ഇന്ന് പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് പോലെ UDF വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയത് അത് ഒരു ടീം UDF ആയിരുന്നു എന്ന്, അതിന്റെ എല്ലാ ക്രെഡിറ്റും, വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും ടീം UDF-നാണെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം VD സതീശനും KPCC പ്രസിഡന്റും ഒക്കെ എടുത്ത ഒരു വലിയ തീരുമാനമുണ്ട്. ആ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നതാണെന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ പ്രസ്ഥാനത്തിന്, അതിന്റെ തലയെടുപ്പിന്, പ്രസ്ഥാനം ഒരുത്തന്റെ മുന്നിലും തല കുനിക്കരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കൊണ്ട് VD സതീശനും UDF-ഉം എടുത്ത തീരുമാനമാണ്
തലക്ക് മീതെ വന്നു നിന്ന വാളായ രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത് പുറത്തിടുക എന്ന് മാത്രമല്ല, ആ രാഹുലിനെ എതിരെ എടുത്തിരിക്കുന്ന നടപടി അത് CPM-ന്റെ കരണത്തേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ്. കാരണം രാഹുലിനെ കടന്നാക്രമിക്കുമ്പോഴും സഖാക്കൾ അത്രയും രാഹുലിനെ കൊത്തി വലിക്കുമ്പോഴും അപ്പുറത്ത് അവരുടെ കൂട്ടത്തിൽ മുകേഷും ഗണേഷ് കുമാറും മുഹമ്മദ് റിയാസും തോമസ് ഐസക്കും കടകംപള്ളിയും പി ശ്രീരാമകൃഷ്ണനും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ടാണ് അവർ സഖാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊത്തി വലിക്കാൻ തുനിഞ്ഞിറങ്ങിയത്. അത് തന്നെയാണ് രാഹുൽ ഇപ്പൊ പറഞ്ഞു വെക്കുന്നതും. ജനം എത്രയൊക്കെ ബഹളം വെച്ചാലും ജനം പ്രബുദ്ധരാണ്. കേൾക്കേണ്ടത് അവർ കേൾക്കും, കാണേണ്ടത് അവർ കാണും എന്ന് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടം. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വളരെയധികം ചർച്ചയാക്കപ്പെടാനും ഉള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം LDF-നെ സംബന്ധിച്ചിടത്തോളം, സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ കാര്യം മാത്രമേ LDF-ന് ഉണ്ടായിരുന്നുള്ളൂ, അത് രാഹുൽ മാങ്കൂട്ടമായിരുന്നു. അതല്ലാതെ 10 വർഷം ഈ കേരളം ഭരിച്ചിട്ട് ഇവിടെ പറയാൻ ഭരണ നേട്ടങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. അവിടെയാണ് ജനം തീരുമാനിച്ചത്. ഞങ്ങൾ എന്ത് ചർച്ച ചെയ്യണം എന്നുള്ളത് ജനം തീരുമാനിച്ചു. രാഹുൽ വിഷയമാണോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പ് വിധിയെ നിർണയിക്കാൻ പോകുന്നത് രാഹുൽ ആണോ അതല്ല അയ്യനാണോ എന്നുള്ളത് ജനം തിരിച്ചറിഞ്ഞു. അതനുസരിച്ച് ജനം വോട്ട് കുത്തിയതിന്റെ ഫലമാണ് ഇന്ന് സഖാക്കള് കേരളത്തിൽ ന്യായീകരണം മറക്കേണ്ടി വരുന്നത്. ബിനീഷ് കോടിയേരിക്ക് വലിയ വായയിൽ ന്യായീകരണങ്ങളും വലിയ തത്വങ്ങളും പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള പോരാട്ടത്തിലാണ്. പക്ഷേ ജനം എടുത്തെറിഞ്ഞു. രാഹുലിനെ അകത്താക്കാൻ ശ്രമിച്ചവരെ ജനമെടുത്ത് പുറത്തേക്കെറിഞ്ഞു. കടക്ക് പുറത്ത് എന്ന് വിജയന്റെ അടിമകളോടും കേരളത്തിന്റെ ജനം പറഞ്ഞു. അതിന്റെ വിധിയായി നമ്മൾ കണ്ടത്. വല്ലാത്തൊരു വിധിയായി പോയല്ലേ അല്ലേ? വിധി ഞാൻ നല്ല രീതിയിലാണ് പറയുന്നത്. വല്ലാത്തൊരു വിധിയാ. UDF-നെ അങ്ങനെ നെഞ്ചിലേറ്റി കേരളം കൊണ്ടു നടക്കുകയാണ്. നിങ്ങൾ ഇതിന്റെ ഒരു ആകത്തുക അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഈ ഫലമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പോ ഇതിൽ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്നിരിക്കുന്ന ഒരു റിസൾട്ട് എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൽ UDF-ന്റെ മുന്നേറ്റം അതിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു മിനി നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ. ആ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നടന്നിരിക്കുന്ന റിസൾട്ട് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വലിയ മുന്നേറ്റത്തെ കാണാൻ കഴിയും. അത് ജില്ലാ പഞ്ചായത്തിൽ മാത്രമല്ല കേട്ടോ, കോർപ്പറേഷനിൽ, നഗരസഭകളിൽ, പഞ്ചായത്തുകളിൽ ഒക്കെ, വലിയ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം തന്നെ UDF നടത്തിയിരിക്കുന്നു. എന്താണെങ്കിലും സഖാക്കൾ മുന്നോട്ട് വെച്ച കാര്യം ജനം ചർച്ച ചെയ്തില്ല. അത് തന്നെയാണ് രാഹുലും പറയുന്നത്. കാണേണ്ടതവർ കാണും, കേൾക്കേണ്ടതവർ കേൾക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. PR വർക്കുകളുടെയും മാധ്യമ പടയുടെയും അകമ്പടിയോടുകൂടി സഖാക്കൾ കൊട്ടിഘോഷിച്ച് കൊണ്ടു നടന്ന രാഹുൽ മാങ്കൂട്ടം വിവാദം, അത് ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയും ഒരു രീതിയിലും ചർച്ചയേ ആയില്ല എന്നുള്ളതാണ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു രീതിയിലും നിലം തൊടിയിച്ചില്ല സഖാക്കളെ എന്നുള്ളതാണ്. ജനം പറയാൻ ആഗ്രഹിച്ചതും അവരുടെ മനസ്സിലുണ്ടായിരുന്നതും ജനം വോട്ടിലൂടെ ചെയ്തു കാണിച്ചു. അത് തന്നെയാണ് വർഷങ്ങളായിട്ട് ഇവർ കൊണ്ടു നടക്കുന്ന പല കൊത്തളങ്ങളും തകർന്നടിഞ്ഞു. എല്ലായിടത്തും, ഒരു ജില്ലയിൽ എന്ന് പ്രത്യേകം പറയാനില്ല, കേരളത്തിൽ അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും സഖാക്കൾ തകർന്നടിയുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്തൊരു വിധിയാണിത്. ജനം പറഞ്ഞു, മാധ്യമപ്രവർത്തകരോട് പിണറായി വിജയൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കടക്ക് പുറത്ത് എന്ന്. അതിന് കാരണം ചോദിച്ചപ്പോ പിണറായി വിജയൻ പറഞ്ഞത് ക്ഷണിക്കാത്തിടത്ത് വന്നു കഴിഞ്ഞാൽ കടക്ക് പുറത്ത് എന്ന് തന്നെയാണ് പറയുക എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ജനം പറയുന്നു വിജയ കടക്ക് പുറത്ത്. കാരണം നിങ്ങൾ ആ കസേരക്ക് യോജിച്ചവരല്ല, അനുയോജ്യനല്ല. കടക്ക് പുറത്ത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി ഈ പറയുന്ന പിണറായി വിജയനോട് പറയുകയാണ്. അതിനിടയിലും ചില ഈ പറയുന്ന അന്തർധാരകൾ സജീവമായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ ഒരു അന്തർധാര നമ്മൾ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. എന്താണ് അന്തർധാര? തദ്ദേശ തെരഞ്ഞെടുപ്പ്
BJPക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPയുടെ വോട്ട് CPMന്. കാരണം പിണറായി വിജയന് ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അത് മുഖ്യമന്ത്രി കസേരയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനോ അല്ലെങ്കിൽ വല്ല നഗരസഭകളോ മുനിസിപ്പാലിറ്റികളോ ഒക്കെ ആര് ഭരിച്ചാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമേ അല്ല. പക്ഷേ മറിച്ച് ഇവിടെ കൊടുക്കുന്ന വോട്ട് അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള നിർബന്ധം പിണറായി വിജയനുണ്ട്. അങ്ങനെ ചില ഡീലുകളും ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മേൽക്കോയ്മ ഉണ്ടാകുമ്പോഴും നമ്മൾ അത്തരത്തിൽ ചില ഡീലുകൾ പല ഇടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. എന്താണെങ്കിലും രാഹുലും വളരെ ദിവസങ്ങൾക്ക് ശേഷം വലിയ ഒരു പ്രതികരണം നടത്തിയിരിക്കുക. എന്താണ് പ്രതികരണം? ജനം കാണേണ്ടത് അവർ കാണും, കേൾക്കേണ്ടത് അവർ കേൾക്കും. എത്രയൊക്കെ ബഹളം വെച്ചാലും കേരളത്തിന്റെ ജനം പ്രബുദ്ധരാണ്. അവരുടെ കണ്ണിൽ പൊടിയിടാൻ ഈ പറയുന്ന തട്ടിക്കൂട്ട് പരിപാടികൾ കൊണ്ടൊന്നും സാധ്യമല്ലെന്ന് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ, ഈ ജനവിധിയെ മുൻനിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം തന്റെ സന്തോഷവും അദ്ദേഹം പങ്കുവെക്കുകയാണ്.